CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി. 3 സർവകലാശാലകളിലുള്ളത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗവർണർക്കെതിരായിട്ട് വന്ന 9 ഹൈക്കോടതി, സുപ്രീം കോടതി പരാമർശങ്ങളും വിധിയുമാണ് ഉണ്ടായിട്ടുള്ളത്. കാവ്യവൽക്കരണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിന്റെ ഓഫീസിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം ഇപ്പോൾ ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി നമസ്കരിച്ച് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ ചാർജ് എടുക്കുകയാണ്. ഒരു മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭരണഘടനാപരമായിട്ട് ഇപ്പോഴും വളരെ പ്രസക്തമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തല്ലി തകർക്കുന്നതിനു വേണ്ടി മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. അതുതന്നെയാണ് RSSും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് UDFകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. ആദ്യം UDFകാരെയായിരുന്നു ചില സംഘപരിവാർ വിഭാഗത്തോടൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നത്. അങ്ങനെ നിയമിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും പുരോഗമന സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒഴിവാക്കി RSകാരെ മാത്രമല്ല ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിലാളന ലഭിക്കുന്നു എന്നതായിരുന്നു UDFന്റെ ധാരണ. ആ ധാരണ ഇപ്പോഴും അവർക്കുണ്ടോ? ഈ നിലപാടിനോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഗവർണർ നടത്തുന്ന ഈ നടപടികളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജുകളും കോളേജിലെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും